ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തിരിച്ച് അബുദാബിക്ക് പോകുകയാണ്. അപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് ഒരു 5 hours നേരത്തെങ്കിലും എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് റൂള്. അതുകൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൽ നേരത്തെ എത്തി. എയർപോർട്ടിലുള്ള എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് ലോഞ്ചിൽ പോയി ഫുഡും കഴിച്ച് നമ്മൾ ഇനി നേരെ ബോർഡിങ്ങിന് വേണ്ടി ഗേറ്റിൽ പോയി ഇരിക്കുവാണ്. നമുക്ക് 9 o'clock ഫ്ലൈറ്റ് നിൽച്ചു കൊണ്ട്. രാത്രി നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഫ്ലൈറ്റിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും ചേട്ടൻ നല്ല ടെൻഷൻ ഉണ്ട്. അവൾ ഫ്ലൈറ്റിൽ കിടന്ന് കാര്യമൊന്നും അറിയില്ല, ബാക്കി പാസഞ്ചേഴ്സിന് അത് ബുദ്ധിമുട്ടായാലോ എന്നുള്ള ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. നൈറ്റ് ആയതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എങ്ങനെയാകും എന്നറിയില്ല. ലോഞ്ചിൽ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിലാണ് നിൽക്കുന്നത്. ഇനി വേണം ഗേറ്റിലേക്ക് പോവാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് 9 മണി ആവാൻ പോകുന്നുള്ളൂ. 8:50 അപ്പോൾ ഇനിയിപ്പോൾ 9:15 ആകുമ്പോഴേക്കും ഗേറ്റിൻ്റെ അവിടെ പോയി എത്തണം എന്നാണ് അവർ പറഞ്ഞേക്കണത്. അനൗൺസ്മെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈനലി നമ്മുടെ വെക്കേഷൻ ട്രിപ്പ് നാട്ടിലേക്ക് തീർന്നു. നിച്ചുനും ഇപ്പോഴേ വാശി ചെയ്ത് തുടങ്ങി ഗൈസ്. നിച്ചുനും ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നാസ്റ്ററിൽ കൊണ്ടുപോയി നിച്ചുനൊന്ന് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ സജിനെയായിട്ട് നിച്ചുനെ കാണിച്ചത്. അപ്പോൾ നിച്ചു ഓക്കെയാണ്. നമ്മൾ മെഡിസിൻ ഇനിയിപ്പോൾ ഫ്ലൈറ്റിലേക്ക് ഇറങ്ങിക്ക് മുമ്പ് നിച്ചുന് ഒരു മെഡിസിൻ കൂടി കൊടുക്കാനുണ്ട്. എന്തായാലും വാശി ഉണ്ടാവും. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നല്ല വാശിയായിരുന്നു. രാത്രി കിടന്ന് നിച്ചു രാത്രി ഉറങ്ങൂലേ? ഇല്ലേ നിച്ചു വാവ ഉറങ്ങുമോ രാത്രി? എല്ലാവരും ഉറക്കം കളയോ? ഫ്ലൈറ്റിലുള്ളതെന്ന് പറഞ്ഞാൽ മിക്കാറും ഓടിക്കും. നിച്ചു കരയോ? നിച്ചു വാവ ഉറങ്ങാൻ പോണൂല്ലേ? നിച്ചു ഫ്ലൈറ്റിൽ വാവ ഉറങ്ങൂലേ? നിച്ചു വാവ ഉറങ്ങൂലേ ഫ്ലൈറ്റിൽ? വാവ ഉറങ്ങോ? ഫ്ലൈയിങ് കിസ് കൊടുത്ത് ടാറ്റ കൊടുത്ത് ടാറ്റ. ഉച്ചയ്ക്ക് ഒരു ഫുഡൊക്കെ കഴിച്ചു. നമ്മളിപ്പോൾ ഗേറ്റിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. നിച്ചിനുള്ള മെഡിസിൻ കൊടുക്കണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. പെട്ടെന്നായിരുന്നു വെക്കേഷൻ തീർന്നു. അതിൻ്റെ ഇടയിൽ അസുഖവും ഒന്നും. ഞാൻ കുറച്ച് നല്ല ക്ഷീണിച്ചു അല്ലേ? ഞാൻ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഗേറ്റിലേക്ക് പോവാൻ കേട്ടോ. ഗേറ്റിൻ്റെ അവിടെ കുറേ നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോഴേക്കും ബോർഡിങ്ങിന് വേണ്ടി അവർ കോൾ ചെയ്യാൻ തുടങ്ങി. ഫ്ലൈറ്റിൽ കയറിനേക്ക് മുമ്പ് നിച്ചുവിന് മെഡിസിനും നിച്ചുവിൻ്റെ ഡൈപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് എയർ അറേബ്യ ആയിരുന്നു. നമ്മുടെ ആരും ഹെൽത്ത് അത്ര ഓക്കെ ആയിട്ടില്ല. എനിക്ക് ആദ്യം ഫസ്റ്റ് ഫീവർ വന്നു. ഇപ്പം നിച്ചുവിന് വന്നിട്ടുണ്ട്. ഇപ്പം ചേട്ടന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് പോരാറായപ്പോഴേക്കും എല്ലാവർക്കും അസുഖം പിടിച്ചു. എനിക്ക് കൂടുതൽ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ നിച്ചുന് ഓൾറെഡി വാശിയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഫീവറും കൂടെ ഉള്ള ടൈം ആകുമ്പോൾ വാശി കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവൾ നൈറ്റ് ഫ്ലൈറ്റിലൊന്ന് ഉറങ്ങിയാൽ മതിയിരുന്നു. ഉറങ്ങും, പക്ഷെ നല്ലതായിട്ട് വാശിയെടുത്ത് കാര്യമോ എന്നുള്ള ടെൻഷനാണ് എനിക്ക് കൂടുതൽ. നമ്മൾ ഗേറ്റിലെത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവർ ബോർഡിങ്ങിന് വേണ്ടി കോൾ ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ലായിരുന്നു കേട്ടോ. എയർപോർട്ടിൽ കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു ഉള്ളിലായാലും. എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു 5 hours മുമ്പേ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണോ എന്നറിയില്ല. എയർപോർട്ട് കുറച്ച് ക്രൗഡഡ് ആയിരുന്നു. എനിക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും തോന്നുന്നു. ഫ്ലൈറ്റിൽ മീലായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു. പക്ഷെ ഒട്ടും ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചേട്ടൻ ആ ബോക്സ് തുറന്നും കൂടി നോക്കിയിട്ടുണ്ടായില്ല. നിച്ചു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങിപ്പോയിട്ടോ. അങ്ങനെ വാശിയൊന്നും എടുത്തില്ല. ഉറങ്ങി അവളെയും പിടിച്ചോണ്ട് കുറേ നേരം ഇരിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കൈവേദനയും കാലുവേദനയും ഒക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി നമ്മൾ അബുദാബിയിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അബുദാബി എയർപോർട്ടിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം നിച്ചു ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവളെയും കൊണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, സീ യു.